വയോജനങ്ങൾക്ക് ജീവിത സായാഹ്നം സന്തോഷകരമാക്കാൻ കലാപരിപാടികളിൽ പരിശീലനം നൽകുന്നു. നവംബർ 1 കേരള പിറവി ദിനത്തിൽ വൈകുന്നേരം 6-ന് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള ആൽഫ പാലിയേറ്റീവ് കെയർ ബിൽഡിംഗിൽ പദ്ധതി മാന്നാനം KE സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ആൻഡ് മാസ്റ്റേഴ്സ് കരാട്ടെ അക്കാദമി, ആൽഫ പാലിയേറ്റീവ് കെയർ എന്നീ സ്ഥാപനങ്ങളിലെ സന്നദ്ധ സംഘങ്ങൾ ചേർന്നാണ് പരിശീലനം ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള പിറവി ദിനത്തിൽ അന്ന് വൈകുന്നേരം 6 മണിക്ക് നമുക്കെല്ലാം പരിചയമുള്ള മാന്നാനം KE സ്കൂൾ പ്രിൻസിപ്പൽ ജെയിംസ് മുല്ലശ്ശേരി അച്ഛൻ നിർവഹിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്, മുല്ലശ്ശേരി അച്ഛനും മാന്നാനത്ത് കേന്ദ്രീകരിച്ച് ജനസഭയുടെ പേരിൽ ധാരാളം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ അച്ഛനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിലൂടെ നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലുമുള്ള മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ആൽഫ പാലിയേറ്റീവ് കെയറും സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സും ചേർന്ന് ഏറ്റെടുക്കുകയാണ്. ഇതിൽ വളരെ തികച്ചും സൗജന്യമായിട്ടുള്ള സേവനങ്ങളാണ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിർധനരായ കുട്ടികൾ, ധാരാളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇൻഷുറൻസ് ഒക്കെ പഠിക്കുവാൻ സാമ്പത്തികമായിട്ട് പറ്റാത്ത ധാരാളം കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ തികച്ചും സൗജന്യമായിട്ടാണ് എല്ലാ ക്ലാസ്സുകളും, കുട്ടികളുടെ സ്കൂളിലുള്ള പെർഫോമൻസ് ആയിക്കോട്ടെ, മത്സരങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം ഉള്ള സഹായങ്ങൾ തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കീബോർഡ്, ഗിത്താർ, വയലിൻ, കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്, ഡാൻസ്, മ്യൂസിക് എന്നീ മേഖലകളിൽ പരിശീലനം നൽകും. വയോജനങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ക്ലാസുകൾ സൗജന്യമായി ലഭിക്കും. എല്ലാ ആഴ്ചകളിലും മുതിർന്നവർക്കുള്ള സൗജന്യ ഫിറ്റ്നസ് ക്ലാസുകളും മാനസികമായി സന്തോഷം നൽകുന്ന തരത്തിലുള്ള പരിപാടികളും വയോജന കൂട്ടായ്മകളും സംഘടിപ്പിക്കും. സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് കൾച്ചറൽ ചെയർമാൻ C. ശിവപ്രസാദ്, ആൽഫ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് മാത്യു വലിയകുളത്തിൽ, കോർഡിനേറ്റർമാരായ മെലഡി അനിൽ, PV ഷൈനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.